ഹായ് ഫ്രണ്ട്സ്, കാർ ഡ്രൈവിങ്ങിൽ തുടക്കക്കാർക്ക് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. ഒരു വണ്ടി നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ ന്യൂട്രൽ ആക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്താൽ മതിയോ, അതോ നമ്മുടെ വണ്ടി ഗിയറിൽ പാർക്ക് ചെയ്യണോ, ഗിയർ ഏത് യൂസ് ചെയ്യണം? സംശയം പല ആൾക്കാർക്കും ഉണ്ട്. എന്നാൽ ഇതിനുള്ളൊരു ഉത്തരമെന്ന് പറയുന്നത്, നമ്മുടെ ഒരു വണ്ടി നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്കിൽ ഇടുക എന്നുള്ളതല്ല, കൃത്യമായിട്ട് ഒരു ഗിയറിലിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം പാർക്ക് ചെയ്യുക. അപ്പോൾ ഗിയർ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫസ്റ്റ് ഗിയറോ റിവേഴ്സ് ഗിയറോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെങ്കിൽ നമ്മളിവിടെ ഫസ്റ്റ് ഗിയറോ റിവേഴ്സ് ഗിയറോ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിൽ പാർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ വാഹനം ആ നിരപ്പായിട്ടുള്ള സ്ഥലത്തെ ചിലപ്പോൾ മുന്നോട്ടോ പുറകോട്ടോ ചെറുതായിട്ടെങ്കിലും ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഭാഗം ഏതാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാണ്, നിരപ്പായിട്ടുള്ളൊരു സ്ഥലത്താണ്. എന്നാൽ എൻ്റെ വണ്ടി കുറച്ചൊന്ന് മുന്നോട്ട് ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ ഉരുണ്ട് മുന്നോട്ട് പോകില്ല, നിരപ്പായിട്ടുള്ളൊരു പ്രതലം തന്നെയാണ്. അപ്പം ആ മുന്നോട്ട് ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും റിവേഴ്സ് ഗിയറിലേക്ക് ഇടുക, ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക. അപ്പോൾ നമ്മുടെ വണ്ടി ബാക്ക് സൈഡിലേക്കുള്ള ആ ഒരു ഗിയറിൻ്റെ പിടുത്തവും ഹാൻഡ് ബ്രേക്കും കൂടെ ആകുമ്പോൾ ഏറ്റവും സേഫായിട്ട് നമുക്കൊരു വാഹനത്തെ പാർക്ക് ചെയ്തിടാനായിട്ട് കഴിയും. ഇനി നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്കാണ്, നിരപ്പ് സ്ഥലത്ത് കുറച്ചെങ്കിലും പുറകോട്ട് പോകും എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ ഏറ്റവും ടോർക്ക് കൂടിയ പവർഫുൾ ആയിട്ടുള്ള ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് നമ്മൾ വാഹനത്തെ പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മളൊരു കയറ്റത്താണ് വാഹനം പാർക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പരമാവധി കയറ്റങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ അത് നമുക്ക് ഒരു കാരണവശാലും എല്ലാ സാഹചര്യങ്ങളിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം കയറ്റത്ത് പാർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യേണ്ടത്, കയറ്റത്ത് ഇത്തരത്തിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് മുന്നോട്ട് കിടക്കുന്നു, വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ഒപ്പം തന്നെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് നമ്മൾ വാഹനത്തെ പാർക്ക് ചെയ്യുക. വെളിയിലിറങ്ങിയിട്ട് പറ്റുമെങ്കിൽ സൈഡിൽ കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ടയറിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സേഫിന് വെക്കാനായിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കൃത്യമായിട്ടും വെച്ച് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇറക്കത്താണ് വണ്ടി പാർക്ക് ചെയ്യുന്നതെങ്കിലോ കൃത്യമായിട്ടും നിങ്ങൾ ഇറക്കത്ത് വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. റിവേഴ്സ് ഗിയർ ഇടുക, ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ്, ആദ്യം റിവേഴ്സ് ഗിയറിൽ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് വലിക്കണോ അതോ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ടാൽ മതിയോ? ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്. എന്നാൽ ഇതിനുള്ളൊരു ഉത്തരവെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഏത് തരത്തിൽ വാഹനം പാർക്ക് ചെയ്താലും നമ്മളുടെ വാഹനത്തിന് ഇപ്പോൾ ഗിയറിലിട്ടിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്, റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് നമ്മൾ വലിച്ചിടുന്നു. അപ്പോൾ ആദ്യം ഗിയറിലേക്കുള്ള ഒരു പിടുത്തം ഓൾറെഡി വരും. ഇനി ആ ഗിയർ ബോക്സിന് കംപ്ലയിൻറ്റ് വരും അല്ലെങ്കിൽ കൂടുതൽ ലോഡ് വരും എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. ഗിയറിലിട്ട് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിടുമ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ സപ്പോർട്ട് ഓൾറെഡി വീലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ലോഡൊന്നും നമ്മളുടെ വാഹനത്തിന് ഗിയറിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പം നമ്മൾ ഗിയറിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ ആദ്യം ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഗിയർ ഇടുകയോ അല്ലെങ്കിൽ ഗിയർ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുകയോ ചെയ്താലും ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. നിങ്ങൾ ഇതിലേത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് എന്താണ്? കൃത്യമായിട്ട് ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇറക്കങ്ങളിലും കയറ്റങ്ങളിലും പാർക്ക് ചെയ്യുമ്പോൾ ടയറിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് നിങ്ങൾ സേഫായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരമാവധി കയറ്റത്തും ഇറക്കത്തും വണ്ടി പാർക്ക് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അടുത്തൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.